അല്ല, ഒരുപാട് പേരെക്കുറിച്ചിട്ടുള്ള ശബ്ദരേഖകൾ വന്നിട്ടുണ്ട്. കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് വന്നിട്ടുണ്ട്. അതിനൊന്നും ആധികാരികതയില്ല. ഇപ്പോൾ മിമിക്രി ആർട്ടിസ്റ്റുകൾ പറയുന്നതാണോ അത് ഒറിജിനലാണോ അത് പരിശോധിക്കേണ്ട ഞങ്ങളല്ല, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും കോടതി വയ്ക്കുക. അല്ല, ഞാൻ പറയുന്നത് അത് തെളിയിക്കപ്പെടണം. തെളിയിച്ചോട്ടെ. എല്ലാത്തിനും വേണ്ടിയൊരു തുറന്ന ഒരു വാതിലാണ് ഞങ്ങൾ, തുറന്ന സമീപനാണ് സ്വീകരിച്ചിട്ടുള്ളത്. സസ്പെൻഡ് ചെയ്ത് നിർത്തി. ഇനി ഞങ്ങൾക്ക് തൽക്കാലം അദ്ദേഹത്തിൻ്റെ കാര്യത്തിലൊരു ഉത്തരവാദിത്വമില്ല. അതേ സമയത്ത് നിരപരാധിയാണ് എന്ന് അദ്ദേഹത്തിന് തെളിയിക്കാനുള്ള സമയമുണ്ട്. കുറ്റം ആരോപിച്ചവർക്ക് അത് ശരിയാണ് തെളിയിക്കാനുള്ള അവസരമുണ്ട്. അപ്പം അതിനുവേണ്ടി കാത്തിരിക്കുക. ഞങ്ങൾ ഒരാക്ഷേപം വന്നാൽ അത് വ്യക്തമായിട്ട് പരിശോധിക്കും. അതാണ് ഈ ശബ്ദരേഖയാണ് സസ്പെൻഷനിലേക്ക് എത്തിയത്. അപ്പോൾ അത് പറഞ്ഞ പോലെ നിഷേധിച്ചിട്ടില്ല. അത് നിഷേധിക്കുകയോ ഇത് റിപ്പോർട്ട് ചെയ്തവർക്കെതിരെ ഡിഫർമേഷൻ സൂട്ട് ഫയൽ ചെയ്യുകയോ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ നടപടിയിലേക്ക് ഞങ്ങൾ പോയില്ലായിരുന്നു. പക്ഷേ ഇത് രണ്ടും ഇല്ലാത്ത സാഹചര്യത്തിൽ ജനങ്ങൾക്കൊരു സംശയത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു ചെറിയ സൂചന പോലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഞങ്ങളുടെ നിർബന്ധം തന്നെയാണ് കൂട്ടായി ഈ ഒരു തീരുമാനമെടുത്തിട്ടുള്ളത്.